ഞാൻ പെയിൻറ്റിങ് ചെയ്യുമെങ്കിലും ഇതിനൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ പ്രിലിംസിൻ്റെ എക്സാം കഴിഞ്ഞിട്ട്, ആ ദിവസം എൻ്റെ പ്രിലിംസിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുള്ള രാത്രിയാണ്. അതിൻ്റെ കുറച്ച് ദിവസം മുമ്പായിരുന്നു എൻ്റെ PhD എൻട്രൻസ്. ഇത് രണ്ടും ഒരു തരത്തിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയില്ല PhDക്ക് എൻട്രൻസ് കിട്ടുമോ, പ്രിലിംസ് ജയിച്ച് എനിക്ക് മെയിൻസ് എഴുതാൻ പറ്റും. ഇത് UPSC പ്രിലിംസ് ആട്ടോ പറയണത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ചിന്തിച്ച് ഞാൻ ട്രിവാൻഡ്രത്ത്, എക്സാം സെൻറ്റർ ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് ഞാൻ അവിടെ ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ വന്നിരിക്കുന്നു, ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യും. അന്ന് പുലർച്ചെ എനിക്ക് തിരിച്ച് ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് ഉണ്ട്, അപ്പോൾ ഉറങ്ങാനും പറ്റില്ല. ആ സമയത്ത് എൻ്റെ അടുത്തൊരു ചേച്ചി വന്നിട്ട്, ആ ചേച്ചി ഒരു അങ്കിളിനെ കുറിച്ച് പറഞ്ഞു. ചേച്ചിക്ക് പരിചയമുള്ള ഒരു അങ്കിളാണ്. അങ്കിൾ ഇങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്ത്, അങ്കിൾ ഇപ്പോൾ ഭയങ്കര സക്സസ്ഫുൾ ആണെന്നൊക്കെ. ഇതാരാണെന്നറിയോ അങ്കിൾ? നമ്മുടെ തുടരും മൂവിയിൽ വില്ലൻ പ്രകാശ് വർമ്മ സാറില്ലേ, അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അങ്ങേര് ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നത്, ബട്ട് ഹി മെയ്ഡ് ഇറ്റ്. ഇതെനിക്ക് തന്ന കോൺഫിഡൻസ് അപ്പോൾ ചില്ലറയൊന്നുമില്ല. ബാക്കി പിന്നെ പറയാം കേട്ടോ. ഈ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് പിന്നെയും കാണാം കേട്ടോ.